വെൽക്കം ടു കോമ്പറ്റീറ്റീവ് ക്രാക്കർ. ഞാൻ ഇർഷാദ് ഖാൻ. അപ്പം നമ്മുടെ HSST-യുടെ നോട്ടിഫിക്കേഷൻ്റെ അവസാന തീയതി ഇങ്ങെത്തിയിരിക്കുകയാണ്. അപേക്ഷിക്കാനുള്ള അവസാന തീയതി ഫെബ്രുവരി മാസം 4-ാം തീയതിയാണ്. ഇനിയും അപേക്ഷിച്ചിട്ടില്ലാത്തവർ പെട്ടെന്ന് തന്നെ അപേക്ഷിക്കുക. ഫെബ്രുവരി മാസം 4-ാം തീയതിയാണ് അപേക്ഷിക്കാനുള്ള അവസാന തീയതി. അതുപോലെ തന്നെ മെയ് മുതൽ ജൂലൈ വരെയുള്ള കാലയളവിലായിട്ടായിരിക്കും പരീക്ഷ നടക്കാൻ വേണ്ടി പോകുന്നത്. കേരളത്തിലെ ഇലക്ഷൻ ഏകദേശം ഏപ്രിൽ 2-ാം വാരം എന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഒരു മെയ് അവസാനമോ ജൂൺ ആദ്യമോ ഒക്കെ തന്നെ നമുക്ക് പരീക്ഷകൾ പ്രതീക്ഷിക്കാം. ഓരോ പരീക്ഷകളും കുറേയധികം നോട്ടിഫിക്കേഷൻ ഉള്ളത് കൊണ്ട് തന്നെ, കുറേയധികം വിഷയങ്ങളിൽ നോട്ടിഫിക്കേഷൻ നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ ഓരോന്നിനും ഓരോ ഡേറ്റ് ആയിരിക്കും വരുന്നത്. അപ്പോൾ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ചില ഹൈലൈറ്റ്സുകളൊന്ന് നോക്കാം. അപ്പം ഇത്രയും സബ്ജക്റ്റുകളിലാണ്. ജേർണലിസം ഉണ്ട്, ഹോം സയൻസ് ഉണ്ട്, ജേർണലിസം, ഹോം സയൻസ്, സാൻസ്ക്രിറ്റ്, കന്നഡ, ഇംഗ്ലീഷ്, സോഷ്യോളജി, സ്റ്റാറ്റിസ്റ്റിക്സ്, പൊളിറ്റിക്കൽ സയൻസ്, ഇക്കണോമിക്സ്, അതുപോലെ ബോട്ടണി, സുവോളജി, ജിയോഗ്രഫി, കെമിസ്ട്രി, മാത്തമാറ്റിക്സ്, ഫിസിക്സ്, സൈക്കോളജി, ജിയോളജി. ഇത്രയും സബ്ജക്റ്റുകളിലെയാണ് ഫെബ്രുവരി 4-ാം തീയതി HSST ജൂനിയർ നോട്ടിഫിക്കേഷൻ്റെ ലാസ്റ്റ് ഡേറ്റ് ആയിരിക്കുന്നത്. അതോടുകൂടി എന്ത് ചെയ്യും, നമുക്ക് അപേക്ഷിക്കാനുള്ള അവസരം നഷ്ടപ്പെടും. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് ഇന്ന് ഈ ഒരു നിമിഷം നിങ്ങൾക്ക് പറ്റുമെങ്കിൽ അത് ആ നിമിഷം തന്നെ അപ്ലൈ ചെയ്യുക. വേറെ ഒന്നും വേണ്ട. ലോഗിൻ ID-യും കറക്റ്റ് ആയിട്ടുള്ള പാസ്വേഡ് മാത്രം മതി. പിന്നെ നമ്മൾ OTP വരുന്ന പ്രോപ്പർ മെയിലും അതുപോലെ തന്നെ ഫോണും ഉണ്ടെങ്കിൽ നമുക്ക് ഇപ്പം തന്നെ അത് അപ്ലൈ ചെയ്യാം. ഉപേക്ഷ കാണിക്കരുത്. ഇനി ഈ കാറ്റഗറി നമ്പർ ഒന്ന് ജസ്റ്റ് ഒന്ന് ഓടിച്ച് പറയുകയാണ്. ഇംഗ്ലീഷിന് 710 നിങ്ങളുടെ പ്രൊഫൈലിൽ കയറിയിട്ട് 710/2025 കൊടുത്താൽ മതി. ഇക്കണോമിക്സിൻ്റെത് 715, ഫിസിക്സിൻ്റെത് 721, കെമിസ്ട്രി 719, മാത്തമാറ്റിക്സ് 720, സുവോളജി 717, ബോട്ടണി 716, പൊളിറ്റിക്കൽ സയൻസ് 714, ജിയോഗ്രഫി 718, സോഷ്യോളജി 712, സ്റ്റാറ്റിസ്റ്റിക്സ് 713. ഈ ഒരു രീതിയിലാണ് കാറ്റഗറി നമ്പർ പോകുന്നത്. അപ്പം നിങ്ങൾ പ്രൊഫൈലിൽ കയറിയിട്ട് ഒന്നില്ലെങ്കിൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനിലേക്ക് പോകാം. നോട്ടിഫിക്കേഷനിലേക്ക് പോവുകയാണെങ്കിൽ സ്റ്റേറ്റ് വൈഡ് എടുക്കണം. സ്റ്റേറ്റ് വൈഡ് എടുത്ത് സ്ക്രോൾ ചെയ്ത് താഴോട്ട് പോകണം. ഇല്ലെങ്കിൽ അപ്ലൈ നൗ എന്ന് പറയുന്ന ഭാഗത്ത് കൊണ്ടുപോയിട്ട് എന്ത് ചെയ്താൽ മതി, കാറ്റഗറി നമ്പർ സെർച്ച് ചെയ്താലും മതിയാകുന്നതാണ്. ഏറ്റവും എളുപ്പം കുറച്ചും കൂടെ ഇതാണ്. അപ്പോൾ ഫെബ്രുവരി 4 വരെ കാത്തിരിക്കരുത്. കാരണം ഒരുപാട് നോട്ടിഫിക്കേഷൻസ് നമ്മുടെ ഡിസംബർ 31-നും 30-നും ആയിട്ട് വന്നതാണ്. അതിൻ്റെ എല്ലാത്തിൻ്റെയും ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് ഫെബ്രുവരി 4-ആണ്. അപ്പോൾ പലരും ആ എല്ലാം കൂടെ അപ്ലൈ ചെയ്യാൻ വേണ്ടി ഇരിക്കുമ്പം സൈറ്റ് ഹാങ്ങിങ് അടക്കമുള്ള ഇഷ്യൂസ് നമുക്ക് വേണമെങ്കിൽ ഫേസ് ചെയ്യാൻ വേണ്ടി സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യുക, അത് അപ്ലൈ ചെയ്യുക. ഇനി ഇവിടെ സ്വാഭാവികമായിട്ടും ആർക്കൊക്കെയാണ് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതെന്ന് കുറേ പേർക്കൊക്കെ അറിയാം. ഇനി അപ്ലൈ ചെയ്യാത്തവർ ശ്രദ്ധിച്ചോണം. 40 വയസ്സാണ് ജനറൽ കാറ്റഗറിക്ക്. OBCക്ക് അതിൻ്റേതായിട്ടുള്ള റിലാക്സേഷൻ ഉണ്ട്. ഇനി ഹയർ സെക്കൻഡറി HSC മിനിസ്റ്റീരിയൽ സ്റ്റാഫ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കേരളത്തിലെ +2 സ്കൂളുകൾ അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് കൈകാര്യം ചെയ്യുന്ന വകുപ്പ്, ഡയറക്ടറേറ്റ് ഓഫ് ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷനിൽ LD ക്ലർക്കോ UD ക്ലർക്കോ മറ്റ് തസ്തികളിൽ ലാസ്റ്റ് ഗ്രേഡോ നൈറ്റ് വാച്ച്മാനോ ഒക്കെ ആയിട്ട് വർക്ക് ചെയ്യുന്ന കൺസേൺഡ് യോഗ്യതയുള്ള ആൾക്കാർക്ക് 43 വയസ്സ് വരെ അപ്ലൈ ചെയ്യാം. അതുപോലെ തന്നെ ലബോറട്ടറി അസിസ്റ്റന്റ് അവർക്കെല്ലാം തന്നെ 43 വയസ്സ് വരെ അവർക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി സാധിക്കും. മറ്റേ 40-ആണ്. ഈ 40-ന്റെ രീതി വരുന്നത് 1985 2-ാം തീയതി, ജാനുവരി 2-ാം തീയതിക്ക് ശേഷം ജനിച്ചവരും 2005 1/1 ജാനുവരി 1-ന് മുമ്പ് ജനിച്ചവരുമായിരിക്കണം. അപ്പം ഈ OBCയുടെ കേസിൽ വരുമ്പോൾ നമുക്ക് എന്ത് പറ്റും, 84-ഉം 83-ഉം 82-ഉം ഒക്കെ അവിടെ പോസിബിൾ ആയിട്ട് വരുന്നതായിരിക്കും. ഓക്കെ. ഇനി ഇതിൻ്റെ സാലറി 45,600 നിലവിലുള്ളത്. ഇപ്പം നമ്മുടെ ഈ ബഡ്ജറ്റിൽ സർക്കാർ എന്ത് ചെയ്തിട്ടുണ്ട്, സർക്കാർ പുതിയ ശമ്പള പരിഷ്കരണ കമ്മീഷനെ വെച്ചിട്ടുണ്ട്. 3 മാസത്തിനകം റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യാൻ വേണ്ടി അവരോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഏകദേശം ഒരു 38%, ഏറ്റവും കുറഞ്ഞത്
38% വർധനവാണ്, ചിലപ്പോൾ അതിൽ കൂടാം. അങ്ങനെ 38% വർധനവ് സംഭവിച്ചു കഴിഞ്ഞാൽ ഈ 45,600 എന്നുള്ളത് എത്രയായിട്ട് മാറും? ഏകദേശം 63,000-നും 65,000-നും ഇടയ്ക്കുള്ള ഒരു സംഖ്യയിലേക്ക് വരും. ഇനി അതിന്റെ 10%, അതിന്റെ 10 മുതൽ 4% വരെ എന്ത് ചെയ്യും? HRAയും അലവൻസും ഒക്കെ ആയിട്ട് വരുമ്പം നമ്മൾ ഒരു ജോലിയിൽ കയറുന്ന സമയത്ത്, ഒരു ഹയർ സെക്കൻഡറി അധ്യാപകൻ, നിങ്ങൾ ഈ ലിസ്റ്റിൽ നിന്ന് ജോലിയിൽ കയറുന്ന സമയത്തുള്ള അടിസ്ഥാന ശമ്പളം എന്ന് പറയുന്നത്, കയ്യിൽ വാങ്ങാൻ പറ്റുന്ന ശമ്പളം എന്ന് പറയുന്നത് 70,000 രൂപയ്ക്ക് മുകളിലായിരിക്കും. 70,000 രൂപയ്ക്ക് മുകളിലായിരിക്കും എന്നുള്ള കാര്യം ശ്രദ്ധിക്കുക. അപ്പം നോക്കിക്കുക, ഏകദേശം 25,000 രൂപയുടെ, ഞാൻ ഇന്ന് പറയുന്ന സാഹചര്യത്തിലുള്ള അടിസ്ഥാന ശമ്പളവും നിങ്ങൾ ജോലിയിൽ കയറി കഴിയുമ്പോൾ വാങ്ങാൻ പോകുന്ന ശമ്പളവും തമ്മിലുള്ള വ്യത്യാസം ഏകദേശം 25,000 രൂപയുടെ ഡിഫറൻസ് തന്നെ വന്നു. നമ്മളിൽ പലരും CBSE സ്കൂളിലൊക്കെ പഠിപ്പിക്കുന്ന ശമ്പളം എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ ഒരു ശമ്പളമാണ്. ആ ശമ്പള വ്യതിയാനമാണ് നമ്മൾ ഈ ജോലിയിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് സംഭവിക്കാൻ വേണ്ടി പോകുന്നത്. ഈവൻ ഹയർ സെക്കൻഡറിയിൽ ഗസ്റ്റ് ആയിട്ട് പഠിപ്പിക്കുന്ന അധ്യാപകർക്കും ഏകദേശം 1,200 മുതൽ 1,300 വരെയുള്ള ആ ഒരു റേഞ്ചിലാണ് സാലറി വരുന്നത് ഡെയിലി വേജിന്. അങ്ങനെയാണെങ്കിൽ പോലും ജൂനിയർ ആകുമ്പോൾ പരമാവധി 15 അല്ലെങ്കിൽ 20 ദിവസം എല്ലാ ദിവസവും ഉണ്ടെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ പോലും എന്താണ് 20 ദിവസമേ നമുക്ക് കിട്ടുന്നുള്ളൂ. അപ്പം നമ്മൾ നോക്കുക എത്രത്തോളം വലിപ്പമാണ് നമ്മൾ വാങ്ങാൻ പോകുന്ന സാലറി. തീർച്ചയായിട്ടും സാലറി നമ്മുടെ ഒരു വലിയ മോട്ടിവേഷനാണ് അല്ലേ. സാലറി ഇല്ലെങ്കിൽ നമുക്ക് പലപ്പോഴും എന്താണ്, അത് നമുക്ക് ആ ഒരു തൊഴിൽ നിലനിൽക്കണം എന്ന് തന്നെ നമുക്ക് താല്പര്യം ഉണ്ടാകത്തില്ല. കാരണം അത്രയ്ക്കും നമ്മുടെ ജീവിത നിലവാരത്തെ ഉയർത്താൻ പറ്റുന്ന ഒരു ഘടകമാണ് ഈ ഹൈ സാലറി എന്നുള്ളത്. ഇനി ഇത് ഒരുപക്ഷെ നിങ്ങളിൽ പലർക്കും ഇത് അറിയാമായിരിക്കും. ബോട്ടണിയുടെയും ഞാൻ കുറച്ച് സബ്ജക്റ്റുകളിൽ നിലവിലുള്ള വേക്കൻസീസിൻ്റെ ഒരു ഷീറ്റാണ് ഈ കാണിക്കുന്നത്. ഇവിടെ ബോട്ടണി, കെമിസ്ട്രി, ഇക്കണോമിക്സ്, ഇംഗ്ലീഷ്, മാത്തമാറ്റിക്സ്, ഫിസിക്സ്, സുവോളജി, ഇതിൻ്റെ അകത്ത് ജൂനിയർ വേക്കൻസിയും സീനിയർ വേക്കൻസിയുമായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ജൂനിയർ വേക്കൻസിയിൽ ജൂനിയർ പോസ്റ്റിലേക്കാണ് ഇപ്പം നിലവിൽ HSST-യുടെ റിക്രൂട്ട്മെന്റ് നടക്കുന്നത്. സീനിയറിലേക്ക് ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് വളരെ കുറവാണ്. ഇനി ഇവിടെ ജൂനിയർ ആയിട്ട് കയറുന്ന ഒരു അധ്യാപകന് സീനിയർ ആയിട്ട് പ്രമോഷൻ ഉണ്ടാകും എന്നുള്ള കാര്യം ശ്രദ്ധിക്കുക. ഇപ്പം നിലവിൽ ബോട്ടണിക്ക് ജൂനിയർ വേക്കൻസി 63 ആണ്. അതായത് ഞങ്ങൾ ഒരു 4 മാസം മുമ്പ് എടുത്ത കണക്കാണിത്. 63 വേക്കൻസിയാണ് ഹയർ സെക്കൻഡറിയുടെ വെബ്സൈറ്റിൽ അപ്ഡേറ്റ് ചെയ്തിരുന്നത്. ജൂനിയർ വേക്കൻസി ആയിട്ടുണ്ടായിരുന്നത് 63 എണ്ണമാണ്. സീനിയറിൽ 27 എണ്ണമാണ്. ഇനി ഇതിൻ്റെ അകത്ത് ഒരു പക്ഷേ ഒരു 10-12 ഒക്കെ എന്ത് ചെയ്തിട്ടുണ്ടാവും, പുതിയ ലിസ്റ്റിൽ നിന്ന്, നിലവിലുള്ള ലിസ്റ്റിൽ നിന്ന് ഫില്ല് ചെയ്യപ്പെട്ടിട്ടുണ്ടാവും. കെമിസ്ട്രി 112 ആണ്. കെമിസ്ട്രിയിൽ 112 എന്താണ് ഇത്, 112 ഈ അഡ്വൈസ് എന്നുള്ളത് 1-ൽ നിന്ന് എന്തായിട്ടുണ്ട്, 65 ആയിട്ടുണ്ട്. മൊത്തവും 65 അഡ്വൈസ് ആയിട്ടുണ്ട്. അപ്പം ഇവിടെ സംഭവിക്കുന്നത് എന്താണ്, ഈ 112-ൽ നിന്നാണ് 65 പോയേക്കുന്നത്. ബാക്കിയൊക്കെ എന്താണ് അവിടെ അങ്ങനെ കിടക്കുന്നതാണ്, അതുപോലെ തന്നെ കിടക്കുന്നതാണ്. അപ്പം ഇത്രയും വേക്കൻസി ഉണ്ട്. 112, 105, 50, 98. ഫിസിക്സിനാണ് ഏറ്റവും കുറവ് വരുന്നത്, 25 ആണ്. സീനിയറിലാണെങ്കിലും ശരി ജൂനിയറിലാണെങ്കിലും ശരി ഫിസിക്സിനാണ് ഏറ്റവും കുറവ് വേക്കൻസി സാധാരണ വന്നത്. സുവോളജിക്കും ഉണ്ട്. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത് എപ്പോഴും എന്താണ്, വേക്കൻസികൾ ബൾക്ക് റിപ്പോർട്ടിംഗ് ഉള്ള തസ്തികയാണ് അധ്യാപക തസ്തിക. അത് വളരെ കുറച്ച് പോസ്റ്റുകളിൽ മാത്രമേ ഉള്ളൂ ബൾക്ക് റിപ്പോർട്ടിംഗ് വരത്തുള്ളൂ. ഒന്ന് യൂണിഫോംഡ് പോസ്റ്റാണ്. യൂണിഫോംഡിലുള്ള എല്ലാ പോസ്റ്റുകളിലേക്കും എന്താണ് 100-115 ഒക്കെ അഡ്വൈസ്, അല്ലെങ്കിൽ മിനിമം ഒരു 50 മുതൽ 40 വരെയുള്ള ഒരു ട്രെയിനിങ് അറ്റ് എ ടൈം നടത്താവുന്ന രീതിയിലാണ് അഡ്വൈസ് പോകുന്നത്. സിമിലർ ആയിട്ടുള്ളതാണ് അധ്യാപക തസ്തിക. അധ്യാപക തസ്തികയിലും ഒരു മെജോറിറ്റി ഓഫ് കേസസിലും എന്താണ്, ബൾക്ക് അഡ്വൈസിങ് ആണ്. പ്രത്യേകിച്ച് സ്റ്റേറ്റ് വൈഡ് ആണ്. ഇപ്പം നമ്മുടെ HSA ഒക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ ഒരു അഡ്വൈസ് ഒക്കെ ചിലപ്പോൾ ജില്ലയിൽ പോയി കാണത്തുള്ളൂ. കോട്ടയത്ത് HSA നാച്ചുറൽ സയൻസിന് ആകെ ഒരൊറ്റ അഡ്വൈസേ പോയിട്ടുള്ളൂ, ഇംഗ്ലീഷിന് പോയിട്ടില്ല. അതേസമയം സ്റ്റേറ്റ് വൈഡിൽ അങ്ങനെയല്ല, ബൾക്ക് അഡ്വൈസ് ആണ് പോകുന്നത്. അപ്പോൾ ഇത്രയും അവസരങ്ങൾ, ഈ ഒഴിവുകളെല്ലാം നിങ്ങളെ കാത്തിരിക്കുന്നവയാണ്. നിങ്ങൾ കയറി ചെല്ലാൻ വേണ്ടി കാത്തിരിക്കുന്ന ഒഴിവുകളാണ്. ആ ഒഴിവുകളിലേക്ക് നിങ്ങൾ എത്തട്ടെ എന്ന് ആശംസിക്കുന്നു. അതിന് കോമ്പറ്റീറ്റീവ് ക്രാക്കർ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു സഹായമാകാം. ഞങ്ങളുടെ HSST-യുടെ ബാച്ച് ആരംഭിച്ചിട്ടുണ്ട്. ജനറൽ പേപ്പർ, കെമിസ്ട്രി, ഫിസിക്സ്, മാത്തമാറ്റിക്സ്, സുവോളജി, ബോട്ടണി, ഇക്കണോമിക്സ്, ഇംഗ്ലീഷ് മുതലായ വിഷയങ്ങൾക്കാണ് നിലവിൽ CC-യിൽ കോച്ചിങ് കൊടുക്കുന്നത്, പഠിക്കാൻ സൗകര്യമൊരുക്കിയിരിക്കുന്നത്. അപ്പോൾ ഈ കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ 85 89 08 35 68 എന്ന ബോർഡ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. അപ്പം നമ്മൾ നിലവിൽ നമ്മുടെ പ്രൊവൈഡ് ചെയ്യുന്ന കോഴ്സ് സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ നമുക്ക് റെക്കോർഡഡ് സെഷൻ ഉണ്ട്. ഈ റെക്കോർഡഡ് സെഷൻ ഇപ്പം നമുക്ക് HSST-യുടെ സിലബസ് നോക്കിക്കഴിഞ്ഞാൽ
ഇപ്പം ഞാൻ ഫിസിക്സ് ആയതുകൊണ്ട് പറയുകയാണ്, ഫിസിക്സിൻ്റെ സിലബസ് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ സെറ്റിൻ്റെ സിലബസിനെക്കാട്ടിലും ചെറിയ സിലബസാണ്. നമ്മളൊന്ന് ഒരു പേപ്പറിൽ പ്രിൻ്റ് എടുക്കുകയോ ഒരേ ഫോണ്ട് ഇട്ടിട്ട് പ്രിൻ്റ് എടുക്കുകയാണെങ്കിൽ സെറ്റിൻ്റെ സിലബസിനെക്കാട്ടിലും കണ്ടന്റ് വൈസ് കുറവാണ്. അപ്പോൾ നമുക്ക് എന്താണ്, പക്ഷേ ഇവിടെ എന്താണ് വ്യത്യാസം? ഇവിടെ നമുക്ക് ഇൻ ഡെപ്തിലുള്ള നോളജ് വേണം, കുറച്ചും കൂടെ ഡെപ്തിലുള്ള നോളജ് വേണം. അതിലാണ് ആകെയുള്ള വ്യത്യാസം. അപ്പം നമ്മുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് നമ്മൾ MSc പഠിച്ച നമ്മുടെ കോണ്ടന്റ് തന്നെയാണ്, അത് തന്നെയാണ് നമ്മൾ സെറ്റിനും പഠിച്ചേക്കുന്നത്. ആ ഒരു കാര്യം നമുക്ക് വേണം. ഇനി ഇത് നമുക്ക് എങ്ങനെ കിട്ടും? ഞങ്ങളിവിടെ ഞങ്ങളുടെ റെക്കോർഡഡ് സെഷനിലൂടെ ഇത് ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുകയാണ്. ഞങ്ങളുടെ കണ്ടന്റ് ഞങ്ങൾ റെക്കോർഡഡ് സെഷനിലൂടെ പ്രൊവൈഡ് ചെയ്യുകയാണ്. ഇനി കണ്ടന്റ് മാത്രം മതിയോ? കണ്ടന്റ് ഒരിക്കലും പോരാ, അല്ലേ? കണ്ടന്റ് എത്ര പഠിച്ചാലും നമ്മുടെ കയ്യിൽ എന്തുണ്ടെങ്കിലും എന്താണ്, നമുക്കത് പ്രയോഗിക്കാൻ പഠിക്കണം. പ്രായോഗിക തലത്തിലേക്ക് നമ്മൾ അതിനെ കൊണ്ടുവരുമ്പോഴാണ് നമ്മുടെ ആ അറിവ് എത്രയാണ് നമുക്ക് എന്താണ് ഉപകരിക്കുന്ന രീതിയിലേക്ക് അതിനെ മാറ്റാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പോൾ നമ്മൾ അതിനായിട്ട് നമ്മുടെ ലൈവ് സെഷൻ ഉണ്ട്. ലൈവ് സെഷനിൽ നമുക്ക് നിലവിൽ ഇപ്പം വരുന്നത് വീക്കിലിയിൽ 4 ലൈവ് സെഷൻ വീക്കിലിയിൽ നമ്മളൊരു 3 ലൈവ് സെഷനാണ് പ്രൊവൈഡ് ചെയ്യുന്നത്, 1.5 hour വെച്ചിട്ട്. അപ്പം അവിടെ അത് നമ്പർ ഓഫ് ഡേയ്സ് നമ്മൾ കൂടി വരുന്നുണ്ട്. അപ്പം അറ്റ് എ ടൈം നമ്മൾ അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ നമ്മൾ എന്താണ് എക്സാമിൻ്റെ സമയത്തൊക്കെ എടുത്ത് നോക്കി കഴിയുമ്പോൾ നമുക്കൊരു 1000+ hours നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, നമുക്ക് ക്ലാസ്സുകൾ കിട്ടും, ടോട്ടൽ ലൈവ് സെഷൻസ് കിട്ടും. അപ്പോൾ അവിടെ വരുമ്പോൾ നമുക്ക് ബെനിഫിറ്റ് ലൈവ് സെഷനിൽ എന്താ കിട്ടുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്, ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ആ ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യും. ഇപ്പം ഉദാഹരണം പറഞ്ഞാൽ ഒരു പേപ്പർ ക്ലാസിക്കൽ മെക്കാനിക്സ് എന്ന് പറയുന്നത് ഫിസിക്സിൻ്റെ പേപ്പർ. ക്ലാസിക്കൽ മെക്കാനിക്സ് നമുക്ക് കുറേ ഇക്വേഷൻസ് ഒക്കെ അറിയാം, അല്ലേ? ആ ഇക്വേഷൻസ് എവിടെ എങ്ങനെ അപ്ലൈ ചെയ്യണം എന്നുള്ളത് എന്താണ് നമ്മൾ ബഹുഭൂരിപക്ഷം വിചാരിച്ചിരിക്കുന്ന പ്രോബ്ലം ആണ്. പ്രോബ്ലം അല്ലാത്ത ക്വസ്റ്റ്യൻസിലും അത് അപ്ലൈ ചെയ്യാനുണ്ട്. അത് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ ഈ ലൈവ് സെഷനിലൂടെ നമ്മൾ അത് ആ ഒരു മേഖലയിലുള്ള സ്കില്ല്, നൈപുണ്യം നമ്മൾ ആർജിച്ചെടുക്കും. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് എന്താണ് വീക്ക്ലി എക്സാംസ് ഉണ്ട്. വീക്ക്ലി എക്സാംസിലൂടെ നമ്മൾ അടുത്ത നമ്മുടെ പഠിച്ച കാര്യങ്ങൾ നമുക്ക് പ്രയോഗിക്കാൻ പറ്റുന്നുണ്ടോ എന്ന് നമ്മൾ സ്വയം പരിശോധിക്കും. അത് കഴിഞ്ഞിട്ട് മോക്ക് ടെസ്റ്റുകളുണ്ട്, മെൻറ്റർഷിപ്പ് ഉണ്ട്. ഇപ്പം മെൻറ്റർഷിപ്പിൻ്റെ പ്രാധാന്യം എന്ന് ചോദിച്ചാൽ നമുക്ക് വേണ്ടതൊരു സപ്പോർട്ട് വേണം, അല്ലേ? നല്ല പക്കായിട്ടൊരു സപ്പോർട്ട് വേണം. കാരണം ഇതൊരു വലിയ മത്സരമാണ്, വളരെ ചെറിയ സമയമാണുള്ളത്, ആഴത്തിലുള്ള അറിവും ജ്ഞാനവും പരിശീലനവും ആവശ്യമാണ്. അപ്പോൾ അതിൻ്റേതായ ഒരു സപ്പോർട്ട് വേണം. അതിനൊരു മെൻറ്റർ നിങ്ങൾക്ക് അലോക്കേറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. ആ മെൻറ്ററുമായിട്ട് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. ആ മെൻറ്റർ സപ്പോർട്ട് സർവീസ് ഉണ്ട്. അതായത് ഇവിടെ നിങ്ങൾക്ക് മറ്റ് മെൻറ്ററെ കൂടാതെ തന്നെ ഒരു സപ്പോർട്ടിങ് സർവീസും കൂടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്രയും ഫെസിലിറ്റിയാണ് നമ്മളിവിടെ കൊടുക്കുന്നത്. അപ്പം ആ ലൈവ് സെഷനിലേക്കൊക്കെ സെഷനിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഈ കാണുന്ന ബോർഡ് നമ്പറിലേക്ക് വിളിക്കാം. അപ്പോൾ ഇതുപോലെയുള്ള HSST റിലേറ്റഡ് ആയിട്ടുള്ള കോണ്ടന്റ്സ്, അത് നമ്മുടെ സബ്ജക്റ്റ് ഓറിയന്റഡ് ആയിക്കോട്ടെ, കോമൺ കണ്ടന്റ് ആയിക്കോട്ടെ, എല്ലാവർക്കും ആവശ്യം വരുന്ന കണ്ടന്റ് ആയിക്കോട്ടെ, അങ്ങനെയുള്ള കണ്ടന്റുകൾക്കായിട്ട് എന്ത് ചെയ്യുക, ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.